കേണൽ ഡിന്നി, ഇപ്പോൾ എത്ര മൊഡ്യൂളുകൾ തകർത്താലും, എത്ര ഭീകര ആക്രമണങ്ങൾ, ആ പദ്ധതി തകർത്താലും, ആസൂത്രണം തകർത്താലും അതൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല എന്ന രീതിയിലാണല്ലോ മുന്നോട്ട് പോകുന്നത് ഈ ഭീകര സംഘടനകൾ. നമ്മുടെ ഈ യുവാക്കൾ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകും എന്ന് കരുതുന്നുണ്ടോ? ഇപ്പോൾ നോക്കൂ, നമ്മുടെ മുന്നിൽ ഇതെല്ലാം ഉണ്ട്, നിരവധി ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ ഇവരെ എങ്ങനെ റിഫോം ചെയ്യാൻ പറ്റും, ആരതിനെ മുൻകൈ എടുക്കണം, അത് സമീപഭാവിയിലെങ്കിലും നടക്കും എന്ന് കരുതുന്നുണ്ടോ താങ്കൾ? നല്ലൊരു ചോദ്യമാണ് ശ്രീ അനിൽ. അത് ഞാനിവിടെ അത് പറയാൻ കാരണം, നേരത്തെ എന്റെ നേരത്തെ സംസാരിച്ച ശ്രീ ഷംസുദ്ദീൻ മൗലവി സാബ്, അദ്ദേഹം ഒരു യൂത്ത് ഫ്രണ്ടിന്റെ ഒരു സംസ്ഥാന പ്രസിഡന്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നേരത്തെ ശ്രീ അനിൽ ചോദിച്ചത് ചോദ്യവും അദ്ദേഹത്തിന്റെ ഈ പദവിയും അദ്ദേഹത്തിന്റെ റോളും ആയിട്ട് ധാരാളം ലിങ്ക് ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞ ആ ഒരു കാര്യത്തില്, അതായത് നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത്. ഒരു ദിവസമോ 2 ദിവസം കൊണ്ട് തീരാൻ പോകുന്നില്ല. കാരണം ഇതിന്റെ ബാക്കിൽ ഒരു പ്ലാൻ ഉണ്ട്. ഇതിന്റെ ബാക്കിൽ വളരെ വ്യക്തമായിട്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു രീതിയുണ്ട്. അപ്പൊ അതിനെ നമുക്ക് തടയണമെങ്കിൽ നമ്മളെ ആളുകളെ ഇതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ഇത് എന്താണ്, ഇത് തെറ്റാണ്, ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇത് ആപത്താണ്, ഇത് നമ്മളെ രാജ്യത്തിന്, നമ്മളെ കുടുംബത്തിന്, നമ്മളെ മതത്തിന്, നമ്മളെ സമൂഹത്തിന്, നമ്മളെ സ്വന്തം ഇതിനു വേണ്ടി തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ള ആളുകൾ വേണം. അതിനകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീ ഷംസുദ്ദീൻ മൗലവി സാഹിബിനെ പോലുള്ള ആളുകൾക്ക് വലിയ റോൾ ഉണ്ട്. അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഞാൻ ഇന്നത്തെ ഈ ചർച്ചയിൽ തന്നെ അദ്ദേഹം ആദ്യത്തെ വേർഷനിൽ പറഞ്ഞത് നോക്കൂ, ഞാൻ BJP-യിലെ ഒരു പ്രതിനിധിയായിട്ട് പോലും ഞാൻ ഒരു മതത്തിന്റെ പേരോ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട ഒരു ഭീകരവാദിയുടെ പേര് പോലും ഞാൻ പറഞ്ഞില്ല. കാരണം എനിക്കതറിയാം, അതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണെന്ന്. ഞാൻ ഒരൊറ്റ പേര് പറഞ്ഞിട്ടില്ല. എനിക്ക് എന്താ പേര് പറയാൻ പറ്റാത്തതുകൊണ്ടാണോ? ഓൾ ദ ഡോക്ടേഴ്സിന്റെ പേരുകൾ എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണോ? അഫ്സൽ ഗുരുവിന്റെ പേര് എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണോ? ഇതൊക്കെ എനിക്ക് പറയാമായിരുന്നു. പക്ഷെ ഞാൻ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് എന്നുള്ളത് വെച്ചിട്ടാണ്. പക്ഷെ മൗലവി സാബ് എങ്ങനെയാണ് എടുത്തത്? മൗലവി സാബ് അത് വേറെ കുറെ പേരുകൾ പറഞ്ഞു. ആ പേരുകളെല്ലാം ഒരു മതത്തിന്റെ മാത്രമാണ്, ഹിന്ദു മതത്തിൽ മാത്രം പറ്റും. അതെന്താണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത്? അതായത് ഇതെല്ലാം നടക്കുന്നുള്ള ഒരു സ്വാഭാവികമായിട്ട് ജനറലൈസേഷൻ നടത്താനുള്ള ശ്രമമാണ്. അതാണ് തെറ്റ്. ആ ജനറലൈസേഷൻ ആണ് തെറ്റ്. ആ ജനറലൈസേഷൻ തെറ്റ് പോകുമ്പോൾ നമ്മൾ ആ രീതിയിലുള്ള ആളുകൾക്ക് അതൊരു ഓക്കെ, ഞാൻ ഇത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, മറ്റവരും ചെയ്യുന്നുണ്ട് എന്നുള്ള രീതി, അത് തെറ്റാണ്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണാൻ പറ്റും. പക്ഷെ നമുക്കൊരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ പറയാത്ത, അല്ലെങ്കിൽ നമ്മൾ എക്നോളജ് ചെയ്യാത്തപ്പോൾ നമുക്ക് അതിനൊരു പരിഹാരം കാണത്തില്ല. അതാണ് ഒന്ന്. രണ്ടാമതായിട്ട് ഇതേ വിഷയത്തിൽ എങ്ങനെയാണ് ഇതിനെ അഡ്രസ് ചെയ്യുന്നതിന്റെ ഒരു വേറൊരു വിഷയം. അതിനകത്ത് ഞാൻ ശ്രീ ആരിഫ് പറഞ്ഞ അതൊരു ചോദ്യം, അതായത് എന്തുകൊണ്ടാണ് ഇതിനെ വൈറ്റ് കോളർ ടെററിസം എന്ന് വിളിക്കുന്നത്, എന്തുകൊണ്ട് ജിഹാദ് എന്ന് വിളിക്കുന്നില്ല, അല്ലെങ്കിൽ എന്നുള്ള അതിനകത്ത് എനിക്ക് അദ്ദേഹത്തിനുള്ള ബഹുമാനം നിലർത്തിക്കൊണ്ട് എനിക്ക് ആ ഒരു വിയോജിപ്പ്, എന്തുകൊണ്ടാണ് അത് ടെററിസം ആയിട്ട് വിളിക്കണം, ജിഹാദ് എന്ന് വിളിക്കരുത് എന്നുള്ളൊരു എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. നമ്മൾ നോക്കൂ, ഈ ജിഹാദ് എന്നുള്ളൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുമ്പം അത് ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ നറേറ്റീവില് അത് നേരെ ചെന്ന് കൊണ്ട് ചെല്ലുന്ന ഒരു മതത്തിലാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ, ഈ കാര്യങ്ങൾ ചെയ്യുന്ന, ഈ ഭീകരവാദം ചെയ്യുന്ന ആളുകൾ, അവര് സ്വന്തമായിട്ട് ജിഹാദ് ചെയ്യുന്ന ആണ് എന്ന് അറിയപ്പെടണോ, അതോ ടെററിസം അല്ലെങ്കിൽ ഭീകരവാദം ചെയ്യുന്ന എന്നാണോ അറിയപ്പെടാൻ അവർക്ക് ആഗ്രഹം? അവർ തീർച്ചയായിട്ടും ഒരിക്കലും ഭീകരവാദം ചെയ്യുന്നു എന്ന് ഒരിക്കലും അറിയപ്പെടാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ അവർ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ പോകുമ്പോൾ, ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ജിഹാദാണോ അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഭീകരവാദമാണോ എന്നാണോ ആയിരിക്കും അവർ പറയാൻ പോകുന്നത്. ഈ യുവാക്കളെടുത്ത്, നേരത്തെ അനിലിന്റെ അടുത്ത് ചോദ്യം, അവര് പറയാൻ പോകുന്നത് ഞങ്ങൾ ജിഹാദ് ചെയ്യാണ്, നമ്മൾ മതത്തിന് വേണ്ടി എന്തോ വലിയ കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നാണ്. ഒരിക്കലും അവർ ടെററിസത്തിന്റെ കാര്യം പറയാറില്ല. പക്ഷെ നമ്മൾ പറയേണ്ടത് ടെററിസത്തിന്റെ ആണ്. ഇതിനകത്തൊരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, കശ്മീരിൽ പണ്ട് ശ്രീ അനിൽ, ഈ സൂയിസൈഡ് ബോംബേഴ്സ് ഉണ്ടായിരുന്നു. അതായത് അവർ വന്ന് ഇടിച്ച്, ഇപ്പോഴും ഉണ്ട് പല സ്ഥലത്ത് നമുക്കാണ്. അവരെ വിളിച്ചിരുന്ന പേര് ഫിദൈൻ എന്നായിരുന്നു. ഫിദൈൻ അറ്റാക്ക്. അപ്പൊ നമ്മളത് പറഞ്ഞ് എന്തിനാണ് അവരെ ഫിദൈൻ എന്ന് വിളിക്കുന്നത്? ഫിദൈൻ എന്ന് പറഞ്ഞാൽ അവരെ ഗ്ലോറിഫൈ ചെയ്യാണ്. നമ്മൾ വിളിക്കേണ്ടത് അവർ സൂയിസൈഡ് ബോംബേഴ്സ് ആണ്, അവർ ആത്മഹത്യ ചെയ്യുന്ന വന്ന ബോംബേഴ്സ് ആണ്. അപ്പൊ അവരുടെ ആ ഗ്ലാമറം കട്ട് ചെയ്യാണ് അവിടെ. അപ്പൊ ഇതേപോലെ തന്നെ ജിഹാദ് എന്നുള്ള വേർഡ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇതിൽ നമ്മൾ അത് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അതിന് പകരം ടെററിസം തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം അതുകൊണ്ട് ഈ മൗലവി സാഹിബിനെ പോലുള്ള ആളുകൾ അവരുടെ യുവാക്കളെടുത്ത് പറയുമ്പോൾ അത് ഭീകരവാദം എന്ന് പറഞ്ഞാൽ അതിന് അത്രമാത്രം അക്സെപ്റ്റൻസ് ഉണ്ട്. അതൊരു മതത്തിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ എന്ത് പറഞ്ഞാലും ശരി, ഇന്ന് ഈ ഒരു ജിഹാദ് എന്നുള്ള കോൺസെപ്റ്റ് വരുമ്പോൾ ഒരു മതത്തിനെ എലിനേഷൻ എന്നുള്ള രീതിയിലേക്ക് ചില സമയത്ത് മാറാറുണ്ട്. അപ്പൊ അത് മാറണമെങ്കിൽ നമ്മൾ അതിനെ ഭീകരവാദം, ഇതിനകത്ത് എന്താണ് വയലൻസ് എന്ന് പറഞ്ഞാൽ ഭീകരവാദമാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പൊ ആ ഭീകരവാദത്തിനെ ഭീകരവാദത്തായിട്ട് തന്നെ കാണുക. അതിനെ നമ്മൾ ജിഹാദ് എന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് അതിനെ ഒരു ഗ്ലാമറൈസ് അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഓക്സിജൻ കൊടുക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്ന ശ്രീ അനിൽ, ലോകത്തെ ഭീകരവാദം നിർത്തണമെങ്കിൽ നമുക്ക് തോക്കുകൊണ്ട് പറ്റില്ല.
പക്ഷെ ക്യാമറ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യാണ്, ലോകത്തെ എല്ലാ ക്യാമറകളും സ്വിച്ച് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഭീകരവാദം ഇല്ലാതാവും. കാരണം ഭീകരവാദത്തിന് വേണ്ടുള്ളത് ക്യാമറയാണ്, ഈ വിഷ്യൂസ് ആണ്. അതായത് അവർ ഫോട്ടോ അയച്ച് അല്ലെങ്കിൽ അവർ വീഡിയോസ് അയച്ച് ലോകത്ത് മൊത്തം പ്രചരിപ്പിക്കുക മാത്രമാണ് ഭീകരവാദിയാവുന്നത്. അതല്ലാതെ ക്യാമറ ഇല്ലെങ്കിൽ ഈ ഭീകരവാദം ഇല്ല. അതാണ് സെൻസേഷണലൈസേഷൻ ആണ് ഭീകരം. അതേപോലെ തന്നെയാണ് ഇതുപോലത്തെ ടേംസ്, ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ അവർക്ക് ഓക്സിജനായിട്ട് കൊടുക്കരുതെന്ന് എന്റെ ഒരു അഭ്യർത്ഥനയാണ്. കാരണം നമ്മളൊക്കെ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോഴും ഇതിനെക്കുറിച്ചുള്ള എന്റെ ഒരു അഭിപ്രായമാണ്, അതിനകത്ത് ചിലപ്പം വേറെ മറ്റ് രീതികളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിലേക്ക് കൊണ്ടുചെന്നാൽ മാത്രമേ നമുക്ക് നമ്മളെ ആളുകൾ, നമ്മളെ സ്വന്തം ആയിട്ടുള്ള, അത് ഏത് മതം ആയിക്കോട്ടെ, ഏത് ജാതി ആയിക്കോട്ടെ, ഏത് പ്രദേശം ആയിക്കോട്ടെ, അവരെ നമുക്ക് പിടിച്ചു നിർത്തണമെങ്കിൽ യാഥാർത്ഥ്യത്തിൽ എന്താണ്, നേരത്തെ പല പേരുകളും പറഞ്ഞു, ഇവർ ആക്ച്വലി ഈ ഭീകരവാദികളുടെ ഒരു ലൈഫിന്റെ ഒരു എക്സാമ്പിൾ, ഒരു 3-4 വർഷം അവർക്ക് കിട്ടുന്ന ലൈഫ് അവരുടെ എങ്ങനെയാണ് തീരുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ പകുതി ആളുകളും മാറിപ്പോകും. അത് കശ്മീരിലൊക്കെ എത്ര പാവപ്പെട്ട അമ്മമാർ വന്ന് ഞങ്ങളുടെ അടുത്ത് കെഞ്ചി പറയാനുണ്ട്, എന്റെ മോൻ അപ്പുറത്ത് പോയിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് രക്ഷിക്കൂ, അവർ എൻകൗണ്ടർ നടന്നിരിക്കുമ്പോൾ നിങ്ങൾ അവരെ കൊല്ലരുതേ എന്ന് പറഞ്ഞിട്ട്. അത് ഇന്ത്യൻ ആർമി ആയതുകൊണ്ട് മാത്രമാണ് പലപ്പോഴും വെച്ച് വീഴ്ത്താൻ പറ്റുമെങ്കിൽ നമ്മൾ അവരെ സറണ്ടർ ചെയ്യിപ്പിച്ച് അവരെ വീണ്ടും നമ്മൾ റിഫോം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാ സമൂഹത്തിലും മൊത്തത്തിലുള്ള ഒരു മാറ്റം കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് പറ്റൂ. അതിനകത്ത് നേരത്തെ ഡോക്ടർ ആരിഫ് പറഞ്ഞ പോലെ യൂട്യൂബ് കമന്റിൽ വന്ന് ആർക്ക് വേണമെങ്കിലും കമന്റ് ഇടാം. പക്ഷെ കുറച്ചൊക്കെ റിസർച്ച് ചെയ്ത് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി അത് ബോധത്തോടെ സ്വന്തം സമൂഹത്തിനും സ്വന്തം വീട്ടുകാർക്കും സ്വന്തം കൊച്ചുങ്ങളെടുത്തും പറഞ്ഞു കൊടുക്കുന്നതിനകത്താണ് ആക്ച്വലി കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ അനിലിന്റെ ചോദ്യത്തിന്, ശ്രീ അനിലിന്റെ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരവുണ്ട്. എന്നാൽ മാത്രമേ പറ്റൂ. ഏജൻസീസും സെക്യൂരിറ്റി ഫോഴ്സസും അവരുടെ കാര്യങ്ങൾ ചെയ്യും, അവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഉള്ളിലും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ ഉള്ളിലും എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതും യാതൊരു ഇതും വേണ്ട, നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട, നമ്മൾ ഡിഫെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല, അതൊക്കെ പണ്ട്. ഇപ്പൊ നമ്മൾ ഒഫൻസീവായിട്ട് തന്നെയാണ് നമ്മൾ ഇന്റലിജൻസ് ശേഖരവും മറ്റൊക്കെ. പക്ഷെ നമ്മൾ ചെയ്യേണ്ട, ഓരോ പൗരന്മാരും ഓരോ ഫാമിലീസും മൗലവി സാഹിബിനെ പോലുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങളും കൂടി ചെയ്താൽ മാത്രമേ ഇതിനകത്ത് നമുക്ക് തടയാൻ സാധിക്കൂ.